നമസ്തേ. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചിന്തകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടി ശാശ്വതമായ സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഈ സങ്കീർണമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും ശരിക്കും സാധ്യമാണോ? വേദാന്തം പറയുന്നു അത് തികച്ചും സാധ്യമാണ്. ആത്മജ്ഞാനത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ നമുക്കും അതുപോലെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഋഷീശ്വരന്മാർ അതിനെ മോക്ഷം എന്നാണ് വിളിക്കുന്നത്. ഒരു മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാണ് മോക്ഷം. ആ മോക്ഷത്തിലെത്താൻ വളരെ വ്യക്തമായ ഒരു മാർഗവും ഋഷീശ്വരന്മാർ പറഞ്ഞു തരുന്നു. അതാണ് വേദാന്തം. സുഹൃത്തുക്കളെ, ഇന്ന് വേദാന്തം എങ്ങനെയാണ് മോക്ഷത്തിലേക്കുള്ള ഒരു പാത അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള ഒരു മാപ്പ് ആവുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. വേദാന്ത ദർശനങ്ങളെ വളരെ ലളിതമായി പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത്. വേദാന്തയുടെ ആഴമുള്ള തത്വങ്ങളെ ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വരൂ, ഈ ആത്മീയ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ആദ്യമായി വളരെ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ ഒരു വേദാന്ത പണ്ഡിതനോ ജ്ഞാനിയോ അല്ല. നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ അറിവുകൾ എൻ്റെ ഗുരുവിൽ നിന്ന് ലഭിച്ചതാണ്. വേദാന്തം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. എൻ്റെ അറിവ് എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു തുള്ളിയുടെ അത്ര പോലും വരില്ല. കാരണം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുരാതന ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ചിട്ടപ്പെടുത്തിയ വേദാന്ത ദർശനമാണ്. ഞാൻ പങ്കുവെക്കുന്ന ഈ അറിവ് ഒരിക്കലും പൂർണ്ണമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എന്താണ് എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ വേദാന്ത തത്വങ്ങളിലേക്ക് ആകർഷിച്ചത്? സാധാരണ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം നേരിട്ടും അനുഭവിച്ചും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ വേദാന്തയുടെ രണ്ട് ഉറപ്പുകൾ അല്ലെങ്കിൽ വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് ആശയങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. എന്താണ് വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് ആശയങ്ങൾ എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഒന്നാമത്തേതായി പറയുന്നത് ആത്യന്തിക ദുഃഖ നിവൃത്തി, അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കൽ. രണ്ട്, പരമാനന്ദ പ്രാപ്തി, അതായത് ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യാൻ. സുഹൃത്തുക്കളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കൂ. വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന ഈ രണ്ട് ആശയങ്ങൾ ലോകത്തിലെ ഒരു മതത്തിനോ ഒരു വിശ്വാസ പ്രമാണത്തിനോ ഒരു നിരീശ്വരവാദത്തിനോ നൽകാൻ കഴിയില്ല. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കി ശാശ്വതമായ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നു. ഒരു പക്ഷെ മറ്റു വിശ്വാസങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ദുഃഖ നിവൃത്തിയോ താൽക്കാലികമായിട്ടുള്ള സന്തോഷമോ തരാൻ സാധിക്കുമായിരിക്കാം. ഇനി വേദാന്തം എങ്ങനെയാണ് ഇത് നേടിയെടുക്കുന്നത് എന്ന് നോക്കാം. വേദാന്തം പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രവൃത്തിയിലൂടെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്താണ് കാണുന്നത്? ഇരുട്ട് നിറഞ്ഞൊരു മുറി നിങ്ങൾ കാണുന്നു. മുറിയിലെ ഒരു വസ്തുവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അടുത്ത ചിത്രത്തിൽ ആ മുറിയിലെ വസ്തുക്കളെല്ലാം വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഉത്തരം ലളിതമാണ്. നിങ്ങൾ ആ മുറിയിലെ സ്വിച്ച് ഓൺ ആക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇരുട്ട് നീങ്ങുകയും പ്രകാശം പരക്കുകയും ചെയ്തു. നിങ്ങൾ ഇവിടെ ചെയ്തത് ഒരു ആക്ഷനാണ്, സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി. അത് രണ്ട് റിസൾട്ട് കൊണ്ടുവന്നു. ഇരുട്ട് നീങ്ങുക, മുറി പ്രകാശപൂരിതമാവുക. ഇതുപോലെയാണ് വേദാന്ത തത്വങ്ങളും നമ്മളെ നയിക്കുന്നത്. വേദാന്തം പറയുന്നു, നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അജ്ഞതയാണ്, ഇഗ്നറൻസ്. ഇവിടെ ഇഗ്നറൻസ് അല്ലെങ്കിൽ അജ്ഞത എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിവില്ലാത്തതാണ്. നമ്മളുടെ സ്വരൂപത്തിനെ കുറിച്ച്, യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അജ്ഞത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദാന്ത ജ്ഞാനത്തിലൂടെ നമ്മുടെ അജ്ഞത ഇല്ലാതാകുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു, നമ്മുടെ സ്വരൂപം പ്രകാശിക്കുന്നു. നമ്മുടെ സ്വരൂപത്തിനെ ഋഷീശ്വരന്മാർ ആത്മാവ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് നിങ്ങളുടെ ട്രൂ സെൽഫ്, ആത്മാവ് ആനന്ദമാണ്. ഇപ്പോൾ നിങ്ങളത് അറിയുന്നില്ല. കാരണം മുറിയിലെ ഇരുട്ട് അതിലുള്ള വസ്തുക്കളെ എങ്ങനെ മറയ്ക്കുന്നുവോ നിങ്ങളുടെ അജ്ഞത നിങ്ങളുടെ ആത്മാവിനെ മറച്ചു വെക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇരുട്ട് നീങ്ങുകയും മുറി പ്രകാശപൂരിതമാവുകയും ചെയ്യുന്നത് പോലെ ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതാകുകയും ശാശ്വതമായ ആനന്ദത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അടുത്തതായി വേദാന്തയെ കുറച്ചുകൂടെ ആഴത്തിൽ പരിചയപ്പെടാം. വേദാന്തയുടെ 3 വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് നോക്കാം. 3 തരത്തിൽ നമുക്ക് വേദാന്ത എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യമായി വേദാന്ത ദർശനം ഒരു
തത്വം അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ്. പുരാതന ഭാരതത്തിലെ സംസ്കാരമായ സനാതന ധർമ്മ ഈ ലോകത്തിന് മുന്നോട്ട് വെച്ച 6 ദർശനങ്ങളുണ്ട്. അതിനെ ഷഡ് ദർശനം എന്നാണ് പറയുന്നത്. അതിലൊരു ദർശനമാണ് വേദാന്ത ദർശനം. മോക്ഷം, ജ്ഞാനം, ബ്രഹ്മം, ആത്മാ എന്നീ വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ദർശനമാണ് വേദാന്ത ദർശനം. ആ രീതിയിൽ വേദാന്തത്തെ ആദ്യമായി നമുക്കൊരു തത്വമായിട്ട് മനസ്സിലാക്കാം. രണ്ടാമതായി, വേദങ്ങളുടെ അവസാനം വരുന്നത് എന്ന അർത്ഥത്തിൽ ഉപനിഷത്തുക്കളെ വേദാന്തം എന്ന് വിളിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഭാരതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 4 വേദങ്ങളാണ്. ഈ വേദങ്ങളെ വീണ്ടും 4ആയി തിരിച്ചിരിക്കുന്നു, 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നാണ് അത് പറയുന്നത്. ഈ ഉപനിഷത്തുകളാണ് നമ്മളുടെ ആത്മീയ ജ്ഞാനത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പോർഷൻ, വേദത്തിലെ ഒരു ഭാഗം. ആ ഭാഗം സ്വാഭാവികമായും വേദത്തിന്റെ അവസാനമാണ് കണ്ടുവരുന്നത്. അന്ത എന്ന വാക്കിന് അവസാനം എന്നാണ് അർത്ഥം. വേദങ്ങളുടെ അവസാനം കാണുന്നത് കൊണ്ട് അതിനെ വേദാന്തം എന്ന് വിളിച്ചു. സോ ഉപനിഷത്തുക്കളെ വേദാന്തം എന്ന് പറയുന്നു. അടുത്തതായി, അറിവിന്റെ അവസാനം എന്ന അർത്ഥത്തിൽ വേദാന്തം ഉപയോഗിക്കാറുണ്ട്. വേദം എന്ന വാക്കിന് നോളജ് അല്ലെങ്കിൽ അറിവ് എന്ന അർത്ഥമുണ്ട്. ഒരു ആത്മജ്ഞാനത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു വ്യക്തി, ആത്മാവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മോക്ഷത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അവരെല്ലാം അവർക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും വേദാന്തയിൽ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഇതിനു മുകളിൽ ഒരു അറിവില്ല, അറിവിന്റെ അവസാനം എന്ന രീതിയിൽ വേദാന്തത്തെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി, വേദാന്തയുടെ പ്രധാനപ്പെട്ട 3 ശാഖകൾ ഏതാന്ന് നോക്കാം. വേദാന്തയ്ക്ക് ഒരുപാട് ശാഖകളുണ്ടെങ്കിലും പ്രധാനമായും 3 ശാഖകളാണുള്ളത്. ആദ്യത്തേത് അദ്വൈത വേദാന്തം. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കരാചാര്യരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. വേദാന്ത ദർശനങ്ങളെ വളരെ വ്യക്തമായി ഏകീകരിച്ച മഹാപ്രതിഭയാണ് ശങ്കരാചാര്യർ. അടുത്തതായി, വിശിഷ്ട അദ്വൈതം. 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാമാനുജാര്യ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അടുത്തതായി, ദ്വൈത വേദാന്തം. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മധ്വാചാര്യ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വേദാന്തത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് പഠിക്കുന്ന രീതിയാണ്. വേദാന്തം പഠിക്കുന്നതും വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് അവലംബിക്കുന്നത്. ഇതിനെ ശ്രവണ മനന നിധിധ്യാസന എന്നാണ് പറയുന്നത്. ശ്രവണം ആണ് ആദ്യത്തെ സ്റ്റേജ്. അതിൽ നമ്മൾ വേദാന്ത സത്യങ്ങളെ ഒരു ഗുരുവിന്റെ മുഖത്ത് നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നു, നേരിട്ട് കേൾക്കുന്നു. ശ്രവണം എന്ന വാക്കിന് കേൾക്കുക എന്നാണ് അർത്ഥം, ശ്രവിക്കുന്നു. വേദാന്ത തത്വങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത സ്റ്റേജ് മനനം. നമ്മളുടെ സംശയ നിവാരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കേട്ട സത്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങളിലൂടെ നമ്മുടെ സംശയങ്ങൾ നമ്മൾ ദൂരീകരിക്കുന്നു. മൂന്നാമതായി, നിധിധ്യാസന, വേദാന്തിക് കോണ്ടംപ്ലേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് ലളിതമായി പറയാം. നമ്മൾ മനസ്സിലാക്കിയ ഈ സത്യങ്ങളെ നമ്മളുടെ ജീവിത അനുഭവമാക്കി മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെ ധ്യാനം സഹായിക്കുന്നു. ഈ 3 സ്റ്റെപ്പിലൂടെ മാത്രമേ നമുക്ക് വേദാന്ത സത്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി, വേദാന്തത്തിൽ പഠിപ്പിക്കുന്ന 3 ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ വേദാന്തയുടെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കാം. പ്രധാനമായും 3 ഗ്രന്ഥങ്ങളാണ് വേദാന്തത്തിലുള്ളത്. അതിനെ പ്രസ്ഥാനത്രയം എന്നാണ് പറയുന്നത്. ആദ്യമായി ഉപനിഷത്തുക്കൾ. വേദാന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളാണ്. അടുത്തതായി, ബ്രഹ്മസൂത്രം. വേദാന്ത കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിലാണ്. ഉപനിഷത്തിലെ സത്യങ്ങളെ ബ്രഹ്മസൂത്രത്തിലൂടെ വിശദീകരിക്കുന്നു. ഇനി മൂന്നാമതായി ഞാൻ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം വളരെ ലോകത്തിൽ തന്നെ ജാതി മത വിശ്വാസ ഭേദമന്യേ എല്ലാ ലോകത്താകമാനം ആളുകൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾക്കറിയാം, അതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീതയെ വേദാന്തം എന്ന് പറയാറുണ്ട്. ഭഗവത്ഗീത മഹത്തായ ഒരു ഗ്രന്ഥമാണ്. നമ്മൾ ഭഗവത്ഗീതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി വേദാന്തയുടെ അടുത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിശിഷ്ടമായ ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഫാക്ട് ചെക്കിംഗ് പോയിന്റ്സ്. വേദാന്ത പറയുന്ന സത്യങ്ങൾ, മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് 3 രീതിയിൽ പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പല ഗ്രന്ഥങ്ങളും പല കാര്യങ്ങളും പറയുന്നു. അവർ അത് വിശ്വസിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. പക്ഷെ വേദാന്തം അങ്ങനെയല്ല. ആദ്യമായി വേദാന്തം വയ്ക്കുന്ന സത്യങ്ങൾ ശ്രുതി, സ്ക്രിപ്റ്റേഴ്സ്, അതായത് നമ്മളുടെ ശ്രുതിക്ക് അടിസ്ഥാനമാണോ, ശ്രുതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ അസത്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ പല തത്വങ്ങളും
ഇത് വേദാന്തം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് ഭഗവത്ഗീത പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തെറ്റോ ശരിയോ നമ്മളത് ശ്രുതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുന്നു. രണ്ട്, വേദാന്തം പറയുന്ന തത്വങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് നമ്മൾ നോക്കുന്നു. ഇവിടെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഒരു കാര്യം അതുപോലെ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ യുക്തി അത് വരുന്നുണ്ടോ? അത് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ചോദ്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ യുക്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ലോജിക്കലാണോ, അത് കോമൺ സെൻസിന് അക്സെപ്റ്റബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അവസാനമായി വേദാന്തം പറയുന്ന സത്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ വരേണ്ടതുണ്ട്. ഈ 3 ചെക്കിങ്ങിലൂടെയാണ് നിങ്ങൾ ഒരു വേദാന്ത തത്വത്തെ മനസ്സിലാക്കേണ്ടത്. ഇതിലെവിടെയെങ്കിലും നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് വേദാന്ത സത്യത്തെ തള്ളിക്കളയാം. അതല്ല, നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങൾക്ക് നിരാകരിക്കാം. വേദാന്തം ഇത്ര കോൺഫിഡന്റ് ആയി ഇത്ര ഉറപ്പോടുകൂടി ഇത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി വേദാന്ത വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജി, ടെക്നിക്സ് ഉപയോഗിക്കുന്ന ഒരു ദർശനമാണ് അല്ലെങ്കിൽ ഒരു തത്വമാണ്. വേദാന്തയുടെ ആഴത്തിലുള്ള തത്വങ്ങളെ വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഉദാഹരണങ്ങളെ വേദാന്തം ദൃഷ്ടാന്തം എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തത്തെ മാത്രം പരിചയപ്പെടുത്തുന്നു. കാരണം സമയപരിമിതിയാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വേദാന്തത്തിലുണ്ട്. ഞാൻ ആരാണെന്ന ചോദ്യം, അല്ലെങ്കിൽ ഈശ്വരൻ ആരാണ് എന്ന ചോദ്യം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഓക്കെ, ഇതിനെല്ലാം നമ്മൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തം മാത്രം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു നിമിഷം നിങ്ങൾ ഒരു ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കൂ. പെട്ടെന്ന് നിങ്ങൾ കുറച്ചു ദൂരെ, നിങ്ങൾക്ക് വ്യക്തമല്ലാതെ എന്താണെന്ന്, പക്ഷെ നിങ്ങൾ ഇതുപോലൊരു സാധനം കാണുന്നു, കുറച്ച് ചുരുണ്ട് കിടക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഭയചകിതനാവുന്നു. കാരണം അത് പാമ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ പാമ്പ് പാമ്പ് എന്ന് ഉറക്കെ നിലവിളിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുന്നു. ആ പാമ്പ് നിങ്ങളെ കൊത്താൻ വരുന്നതായും നിങ്ങൾക്ക് വിഷം തീണ്ടുന്നതായും നിങ്ങൾ സങ്കല്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ നിലവിളി കേട്ട്, ശബ്ദം കേട്ട് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടാവുന്നു. ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ നിങ്ങൾ ഈ സാധനത്തിനെ വ്യക്തമായി കാണുന്നു. അത് കേവലം ഒരു കയറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒന്ന്, നിങ്ങളുടെ ഭയം ഇല്ലാതാവുന്നു. രണ്ട്, നിങ്ങൾ സത്യം തിരിച്ചറിയുന്നു. സത്യം അതൊരു കയറായിരുന്നു, കയറാണ് സത്യം. പാമ്പ് എന്നതൊരു മിഥ്യയാണ്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി അല്ലാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നു. നിങ്ങളുടെ ഭയം പോകുന്നു. ഈ ഉദാഹരണത്തിലൂടെ വേദാന്തം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഒരുപക്ഷെ ഇവിടെ പ്രകാശം അല്ലെങ്കിൽ വ്യക്തമായ പ്രകാശം വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങൾ ഇത് പാമ്പാണെന്നുള്ള ധാരണയിൽ ജീവിക്കുമായിരുന്നു. ഭയത്തിലും വിഷമത്തിലും ഉത്കണ്ഠയിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ പ്രകാശം വരുമ്പോൾ, നിങ്ങൾ സത്യം തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഭയമോ ദുഃഖങ്ങളോ ഇല്ലാതെ നിങ്ങൾ സന്തോഷത്തിലെത്തുന്നു. നമുക്ക് വേദാന്തയുടെ ഈ ദൃഷ്ടാന്തം നമ്മുടെ ജീവിതത്തെ ഒന്ന് ബന്ധപ്പെടുത്താം. ഇവിടെ കയറ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വരൂപമാണ്, അതായത് സത്യം. അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. പാമ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മിഥ്യയാണ്. ഓക്കെ, നിങ്ങളുടെ അനുഭവത്തെ സത്യത്തിൽ ആരോപിക്കുന്നതാണ്, നിങ്ങളുടെ സങ്കല്പമാണ്. അതിനെ വേദാന്തം അധ്യാസം എന്ന് പറയുന്നു. അതായത് തെറ്റായ ഒന്നിനെ, അതായത് ഒരു മിഥ്യയെ സത്യത്തിന്റെ മേലിൽ ആരോപിക്കുന്നു. ഇവിടെ പാമ്പ് എന്നുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ കയറിന്റെ മുകളിൽ നിങ്ങൾ ആരോപിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇരുട്ടാണ്. ഇരുട്ട് ഇവിടെ നിങ്ങളുടെ അജ്ഞാനമായിട്ടാണ് വേദാന്തം കാണുന്നത്. നിങ്ങൾക്ക് വെളിച്ചം വരുന്നു, പ്രകാശം വരുന്നു. ഇത് വേദാന്തത്തിന്റെ ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആത്മാവാണ്, നിങ്ങളുടെ സ്വരൂപമാണ്. പക്ഷേ നിങ്ങൾ ശരീരവും മനസ്സും ആണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ ജീവിക്കും. ഇവിടെ കയർ എന്നതാണ് സത്യം. കയർ ഇല്ലെങ്കിൽ പാമ്പ് ഇല്ല, മിഥ്യയില്ല. അതായത് പാമ്പിന് കയറില്ലാതെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നിങ്ങളുടെ ആത്മാവില്ലാതെ നിലനിൽപ്പില്ല. അജ്ഞത കൊണ്ട്, ഇരുട്ട്, അജ്ഞത കൊണ്ട് ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം, ഭയ, ഉത്കണ്ഠ എല്ലാം അനിവാര്യമാണ്. വേദാന്ത ജ്ഞാനത്തിലൂടെ നമ്മൾ ഇത് പരിഹരിക്കുമ്പോൾ, നമ്മൾ സത്യം മനസ്സിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം വിട്ടുപോകുന്നു. നമ്മൾ ശാശ്വതമായ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കേണ്ട സമയമായി. എങ്ങനെ വേദാന്തം നമ്മളുടെ മോക്ഷത്തിലേക്കുള്ള ഒരു പാത അല്ലെങ്കിൽ ഒരു മാപ്പായി മാറുന്നത് എന്ന് നോക്കാം. വേദാന്തം ഒരിക്കലും ഒരു വിശ്വാസ പ്രമാണമല്ല. നമ്മുടെ ജീവിതത്തിലെ 3 അടിസ്ഥാനമായ ചോദ്യങ്ങൾക്ക് വേദാന്തം കൃത്യമായി ഉത്തരം നൽകുന്നു. ഒന്ന്, ഞാൻ ആരാണ്?
എന്താണ് യാഥാർത്ഥ്യം? അതിന് വേദാന്തം കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട്. 2, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാത്തത്? അജ്ഞത കൊണ്ടാണ്. അതിന് വേദാന്തം ഉത്തരം നൽകുന്നു. 3, എങ്ങനെ ഈ അജ്ഞാനത്തെ എനിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും? അതിനും വ്യക്തമായിട്ട് വേദാന്തം നമുക്ക് ഉത്തരം നൽകുന്നു. ഇതിനെല്ലാം വളരെ വ്യക്തമായിട്ടും ഉത്തരം നൽകുന്നത് കൊണ്ട് തന്നെ വേദാന്തം നമ്മളുടെ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.